ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ടുള്ള കൂട്ടാനാണ്. സാധാരണ എല്ലാ വീടുകളിലും മാങ്ങക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാക്കണ സാധാരണ ഒരു ഒഴിച്ചുകറിയാണത്. ഇപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കായും ഒരു മുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മുരിങ്ങക്കായും വെള്ളരിക്കയും മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. അതിന് ശേഷം പരിപ്പ് വേവിക്കാം. പരിപ്പ് കുക്കറിൽ കഴുകിയിട്ടിട്ട് അതിലൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. വെള്ളരിക്കയും മാങ്ങ മുരിങ്ങക്കായ എല്ലാതും നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. വിസിലെല്ലാം വന്നു. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വെള്ളരിക്ക അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് മുരിങ്ങക്കായ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. വിസിൽ കൊടുക്കുകയല്ല ചെയ്യണത്, നമ്മൾ കുക്കറിൻ്റെ അടപ്പുകൊണ്ടൊന്നും അടയ്ക്കാതെ വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു. മാങ്ങ നമുക്ക് വെള്ളരിക്ക മുരിങ്ങക്കായ വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേവാൻ സമയമെടുക്കും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം വേണ്ടി വന്നു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി എരിവനുസരിച്ച് ഇടുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് അടച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് നാളികേരം അരച്ചെടുക്കാം. അതിനായിട്ട് 1 സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. നാളികേരം 1 കപ്പ് ചിരകി വെച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളരിക്കയും മുരിങ്ങക്കായൊക്കെ നല്ലോണം വെന്തു കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് മാങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ഒക്കെ ഈ സമയത്ത് നോക്കിക്കോളൂ. ഇനി നമുക്ക് മാങ്ങ ഒന്ന് നല്ലോണം വേവണം. അതിനായിട്ട് ഒരു 10 മിനിറ്റ് നല്ലോണം വേവിക്കുക. ഇപ്പോൾ നമ്മുടെ മാങ്ങയും നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ഒഴിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച ജീരകവും നാളികേരവും കൂടി നന്നായി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമ്മുടെ നാളികേരമൊക്കെ എല്ലായിടത്തും ആവണ പോലെ നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം തിളപ്പിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ കറി ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ട് വറുത്തിടാം. അതിനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്തിടുക കേട്ടോ സ്വാദ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇടാം. ഇനി നമുക്ക് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിയപ്പോൾ 1 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത്. കടുക് നല്ലോണം പൊട്ടി. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് കറിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും കറി തയ്യാറായിട്ടോ. നമ്മുടെ സാധാരണ വീടുകളിൽ വേനൽക്കാലത്ത് ഉണ്ടാക്കണ ഒരു കറിയാണിത്. അപ്പോൾ നമ്മുടെ കൂട്ടാൻ തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ ചൂടുള്ള ചോറും ഈ കറി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.